എങ്ങോട്ടായി തള്ളി കയറുന്നേ? മാറി നിൽക്കേ. പിടിച്ച് കയറ്റണേ. വണ്ടി എടുക്കണോ? ഇതിന് നിനക്ക് തക്ക മറുപടി പറയേണ്ടി വരും ശിവാനി. എന്റെ മുന്നിലല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ. എന്താ നിധി ഇത്? ഗൗതം എന്താ ഇങ്ങനെ ആയിപ്പോയത്? സ്വന്തം അനിയനെ തട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലേക്ക് തരംതാണോ പോയല്ലോ അവൻ. പ്രണവ് ഒരു കൊച്ചു പയ്യനല്ലേ, അവനെ ഉപദ്രവിക്കാന്നൊക്കെ പറഞ്ഞ നിനക്കെങ്കിലും ഗൗതമിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? പറ്റിയതൊക്കെ പറ്റി പോട്ടെ. പ്രണവിന് എവിടെയാ ഗൗതം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നെ? അത് നിനക്കറിയാതിരിക്കാൻ വഴിയില്ല. പറ നിധി. നോക്ക്, ഈ പാവം പെങ്കൊച്ച് വിഷമിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ഭർത്താവിനെയല്ലേ പിടിച്ചോണ്ട് പോയത്. സഹിക്കാൻ പറ്റുമോ? കരഞ്ഞു കരഞ്ഞ് ഈ പാവം ഒരു വഴിയായി. നീ പറ, പ്രണവ് എവിടെ ഉണ്ട്? പോലീസ് സ്റ്റേഷനായി പോയി. ഇല്ലെങ്കിൽ ഇതിന്റെ മറുപടി എങ്ങനെ പറയണമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് പ്രണവിനെ പിടിച്ചോണ്ട് പോയി പൂട്ടിയിട്ടിട്ട് ഇപ്പൊ എന്റെ മുന്നിൽ വന്നു നിന്ന് നാടകം കളിക്കുന്നോ? വീട് വിട്ടിറങ്ങിയ അവനും ഇവൾക്ക് ഉദാര മനസ്കത കാണിച്ച് അഭയം കൊടുത്തപ്പോഴേ ഞാൻ ഊഹിച്ചതാ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവുമെന്ന്. അത് കൃത്യമായിട്ട് സംഭവിച്ചു. നിന്റെ ഭർത്താവ് ചെയ്ത വൃത്തികേടിന് അങ്കിളിന്റെ ആന്റിയെ നീ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? എടി പൊട്ടിക്കാളി, ഞാൻ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന വകതിരിവെങ്കിലും നീ കാണിക്കും. മോനെന്നും മോളെന്നും വിളിച്ച് തേനും പാലും ഒഴുക്കുന്ന CKCയും ഈ നിൽക്കുന്ന ജ്യോതിർമയും തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇത് വെറും കിഡ്നാപ്പിംഗ്. പറ്റിയൊരവസരം കാത്തിരിക്കുക നിന്റെ ഈ രക്ഷിതാക്കൾ. ഒത്തു വന്നാൽ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാനും മടിക്കില്ല ഇവറ്റകള്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക. നീ പറഞ്ഞു പറഞ്ഞങ്ങ് കേറല്ലേ. നിനക്ക് നിന്റെ കെട്ടിയോനും പണത്തിനോട് ആർത്തിയല്ലേ? അതിനു വേണ്ടിയല്ലേ പ്രണവിനെ കിഡ്നാപ്പ് ചെയ്തത്? ആ പാവൻ ചെറുക്കനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ടിരുന്ന അർഹതയില്ലാത്ത സ്വത്തും ബിസിനസ്സും ഒക്കെ കിട്ടുമെന്ന വിവരക്കേട് നിനക്കൊക്കെ ആരാടി പറഞ്ഞു തന്നെ? നിന്നെ പോലൊരു പെണ്ണല്ലേ ഇവളും? സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു പെണ്ണ്. ദേ, നീ ആ മുഖം നോക്കി. ആ സങ്കടം കണ്ടിട്ടെങ്കിലും പ്രണവ് എവിടെയുണ്ടെന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഒരുപാടങ്ങ് അഭിനയിച്ച് തകർക്കല്ലേ ജ്യോതിർമയി. ഇവിടെ ഇപ്പൊ അഭിനയ മികവിനുള്ള പുരസ്കാര മത്സരമല്ല നടക്കുന്നത്. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് വന്നു നിന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ? പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നൊക്കെ അറിയാം ഞങ്ങൾക്ക്. പ്രണവ് ഗൗതമിന്റെ കാറിൽ ഇരിക്കുന്നതിന് ഈ സ്റ്റേഷനിലെ SI തന്നെ സാക്ഷിയാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. വാഹന പരിശോധനയ്ക്കിടയിൽ SI അത് കണ്ടായിരുന്നു. ആണോ? അത് മാത്രല്ല, പ്രണവ് ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ബാഗ് ഗൗതമിന്റെ കാറിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്ത ആന്റി. ആ, നിന്റെ ഭർത്താവാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ തെളിവ് എന്താടി വേണ്ടത്? ആ പാവത്തിന് നീയൊക്കെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞോ? തൽക്കാലം നിങ്ങളുടെ പൊറാട്ട് നാടകത്തിന് മറുപടി പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. പക്ഷെ ഒന്നുണ്ട്, ഒട്ടും വൈകാതെ നിങ്ങളുടെ ഈ പേക്കൂത്തിന് തിരശ്ശീല ഇടും ഞാൻ. നോക്കിക്കോ, എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. കാത്തിരുന്നോ? പ്രണവിന് ഗൗതം എന്തെങ്കിലും ചെയ്താണോ? എനിക്ക് പേടിയാവോ? ഏയ്, വീരു അവൻ. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. മോള് ധൈര്യമായിട്ടിരിക്കേ. നമുക്ക് നമ്മുടെ പ്രണവിനെ വേഗം കണ്ടുപിടിക്കാം. ആ SI കണ്ടുപിടിച്ചു തരും.